ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 5-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ PSC എക്സാമുകളിലും വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCERT സിലബസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം SCERT ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ സയൻസും സോഷ്യൽ സയൻസുമായിട്ടാണ് ഈ ഒരു ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. സയൻസിൽ വരുന്നത് ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ്. അതേപോലെ സോഷ്യൽ സയൻസിൽ വരുന്നത് ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, ധനതത്വശാസ്ത്രം, പൗരധർമ്മം തുടങ്ങിയവയുമാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു SCERT സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു ബുക്കിൽ ടീച്ചേഴ്സ് ടെക്സ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്ക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ഉടൻ തന്നെ വരുന്ന ബിബ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസും കറണ്ട് അഫയേഴ്സ് എക്സാംസും അതേപോലെ മോഡൽ എക്സാംസും റാങ്ക് ഫെയിൽ എക്സാംസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി എക്സ്പേർട്ട് ടീച്ചിങ് ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്നത്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. PSC എക്സാമിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ആനുകാലികം. ഏകദേശം ഒരു 10ഓളം മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യുവാൻ ഉടൻ തന്നെ ടാലന്റിന്റെ കറണ്ട് അഫയേഴ്സ് ബുക്ക് സ്വന്തമാക്കുക. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ബുക്ക് ഏറ്റവും മികച്ച രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കൂ. ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആരെന്നാണ്. അപ്പോൾ ഉഷാ ജാനകി രാമനാണ്. ആരാണ്? ഉഷാ ജാനകി രാമനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത്. എന്താണ്? RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് നിയമിതയായത്. എപ്പോഴാണ് നിയമിതയായത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഡിസംബറിലാണ്. അപ്പോൾ 2025 ഒക്ടോബറിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു അപ്പോയിൻമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. RBIയുടെ സെൻട്രൽ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരൊക്കെ നിയമിതരായിട്ടുണ്ടായിരുന്നു? സൊനാലി സെൻ ഗുപ്തയും അതേപോലെ സഞ്ജയ് കുമാറും എന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതരായിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് 2025 ഡിസംബറിൽ നിയമിതയായത് ആരാണ്? അത് ഉഷാ ജാനകി രാമനാണ്. ഇനി RBI സ്ഥാപിതമായത് വർഷം നമുക്കറിയാം. 1935 സ്ഥാപിതമായത്. 2025 സ്ഥാപിതമായതിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? അത് 90ാമത് വാർഷികമാണ് ആഘോഷിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? 1935 RBI സ്ഥാപിതമായത്. 2025 90ാമത് വാർഷികമായിരുന്നു. ആ കാര്യം ഓർത്തു വെക്കുക. ഇതിനോടനുബന്ധിച്ച് എന്താണ്? 90 രൂപയുടെ കോയിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. മുംബൈ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? നിലവിലെ ആസ്ഥാനം മുംബൈ ആണ്. ഇതിനു മുമ്പ് അതായത് RBI സ്ഥാപിതമായപ്പോൾ ഉണ്ടായിരുന്ന ആസ്ഥാനം എവിടെയായിരുന്നു? അത് കൊൽക്കത്തയായിരുന്നു. അപ്പോൾ RBIയുടെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫാക്ട് ആണ്. എന്താ? RBIയുടെ ഗവർണർ ആരാണ്? നിലവിലെ ഗവർണർ ആരാണെന്ന്? സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ നിലവിലെ ഗവർണർ. അപ്പോൾ 2025 ഡിസംബറിൽ RBIയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതയായത് ആരാണ്? ഉഷാ ജാനകി രാമനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് തന്നെയാണ്. 2025 ഡിസംബറിൽ BSFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രവീൺ കുമാർ ആണ്. ആരാണ്? പ്രവീൺ കുമാർ ആണ്. അപ്പോൾ നമുക്ക് ഈ പേര് വളരെ പരിചിതമാണ് അല്ലേ? അപ്പോൾ എന്താണ്? പ്രവീൺ കുമാർ ആണ് BSFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പരിചയം എന്നുള്ള കാര്യം അറിയാമല്ലോ. അതെന്താണ്? ITBPയുടെ ITBP ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? പ്രവീൺ കുമാർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എന്താണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഡയറക്ടർ ജനറൽ കൂടിയാണ്. ആരാണ്? പ്രവീൺ കുമാർ. അദ്ദേഹത്തിന് എന്താണ്? അഡീഷണൽ ചാർജ് ആയിട്ടാണ്, അധിക ചുമതലയായിട്ടാണ് ഈ ഒരു BSFന്റെ അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുമതല ഏറ്റിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക. പ്രവീൺ കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതല ഏറ്റത് എന്നാണ്. 2025 ഡിസംബറിലാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായിട്ടുള്ളത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ മേഖല അതായത് പ്രൈവറ്റ് സെക്ടർ നാവിഗേഷൻ ഹബ്ബാണ് സ്ഥാപിതമായിട്ടുള്ളത്. എവിടെയാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു. തിരുവനന്തപുരത്താണ് സ്ഥാപിതമായിട്ടുള്ളത്.
അപ്പോൾ ഈ സ്ഥാപനം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അനന്ത് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനം. എവിടെയാണ് സ്ഥാപനമായിരിക്കുന്നത്? തിരുവനന്തപുരത്താണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബാണ്. ഇനി ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക. ISROയുടെ ചെയർമാനാണ്. ആരാണ്? ISROയുടെ ചെയർമാനായിട്ടുള്ള വി നാരായണനാണ്. അദ്ദേഹമാണ് എന്താണ് ഈ ഒരു സെന്റർ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം എന്താണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സ്ഥാപിതമായത് എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. 2025 നാവിക ദിന ആഘോഷം. എന്താണ് 2025 നാവിക ദിന ആഘോഷം നടന്നത് എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വെച്ചാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖത്ത് വെച്ചാണ് നടന്നത്. എവിടെയാണ്? ശംഖുമുഖത്ത് വെച്ചാണ് ഈ ഒരു നാവിക ദിന ആഘോഷം നടന്നത്. 2025 ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി എന്നാണ് നാവിക ദിനം എന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ? ഡിസംബർ 4 എല്ലാ വർഷവും നാവിക ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ച് വരുന്നത്. അപ്പോൾ 2025 ഈ ഒരു ദിനാഘോഷങ്ങളുടെ വേദിയായത് ശംഖുമുഖമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു ആഘോഷത്തിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയതാരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. ദ്രൗപദി മുർമു ആണ് എന്താണ് മുഖ്യ അതിഥിയായിട്ട് എത്തിയത്. അതേപോലെ ഈ ഒരു നാവിക ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റു ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും നമുക്കൊന്ന് നോക്കാം. INS വിക്രാന്ത്. എന്താണ് INS വിക്രാന്ത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. INS വിക്രാന്ത് ഈ ഒരു നാവിക ആഘോഷവേളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി MiG-29K എന്നുള്ള യുദ്ധവിമാനം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സബ്മറൈൻ, അതായത് അന്തർവാഹിനി ഉണ്ടായിരുന്നു. പേരോർത്ത് വെക്കുക. INS ശിശുമർ എന്നുള്ള അന്തർവാഹിനി. എന്താണ് INS ശിശുമർ എന്നുള്ള അന്തർവാഹിനി പങ്കെടുത്തായിരുന്നു. ഇനി പായ്ക്കപ്പലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ INS സുദർശിനിയും അതേപോലെ INS തരംഗിണിയും എന്താണ് ഈ ഒരു നാവികാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? INS സുദർശിനിയും അതേപോലെ INS തരംഗിണിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്താണ് ചേതക് ഹെലികോപ്റ്ററുകൾ. എന്താണ് ചേതക് ഹെലികോപ്റ്ററുകളും ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തായിരുന്നു. ഇനി ഡിസ്ട്രോയറുകൾ ഉണ്ടായിരുന്നു, ഫ്രിഗേറ്റുകൾ ഉണ്ടായിരുന്നു, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ സീ കിങ് തുടങ്ങിയവയും എന്താണ് ഈ ഒരു നാവിക ആഘോഷത്തിൽ പങ്കെടുത്തായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു നാവിക ദിനം ആഘോഷിക്കുന്നത് ഓർത്തു വെക്കുക. ഡിസംബർ 4 2025 നാവിക ദിന ആഘോഷത്തിൽ പങ്കെടുത്തത് ആരാണ്? മുഖ്യ അതിഥിയായിട്ട് വന്നത് ആരായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ദ്രൗപദി മുർമു ആണ്. ശംഖുമുഖത്ത് വെച്ചായിരുന്നു ഈ ഒരു നാവിക ആഘോഷം നടന്നത്. അതിൽ പങ്കെടുത്ത ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും നമ്മൾ നോക്കി. അപ്പോൾ ഡിസംബർ 4 ഈ ഒരു ഡേറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ചീഫ് ഓഫ് നാവൽ സ്റ്റാഫ് ആരാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ? അതായത് ഈ ഒരു നേവിയുടെ എന്താണ് നേവി സ്റ്റാഫ് തലവൻ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് ദിനേശ് കുമാർ ത്രിപാഠി ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്, ടെക്സ് റാംപ്സ് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് നൽകിയിരിക്കുന്നത്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പദ്ധതിയുടെ പൂർണ്ണ രൂപം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ടെക്സ്റ്റൈൽസ് ഫോക്കസ്ഡ് റിസർച്ച് അസസ്മെന്റ് മോണിറ്ററിംഗ് പ്ലാനിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? തുണിത്തരങ്ങളിൽ, അതായത് വസ്ത്രങ്ങൾ, തുണികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാണ് തയ്യാറാക്കിയത്? കേന്ദ്രം തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിത്. അടുത്ത നമ്മൾ നോക്കുന്നത് PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, നാഗാലാൻഡ് ആണ്. എന്താണ്? നാഗാലാൻഡിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും എന്താണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സംസ്ഥാനത്താണ് എന്താണ് ഈ ഒരു നാഗാലാൻഡിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 2025 ഈ ഒരു ഫെസ്റ്റിവൽ എന്താണ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ 26ാമത് പതിപ്പാണ് 2025 എന്താണ് 2025 ആഘോഷിക്കുന്നത്. 26ാമത് പതിപ്പാണ് 2025 നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. മാത്രമല്ല 25ാമത് വാർഷികം കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എത്രാമതാണ്? 25ാമത് വാർഷികമാണ്, 26ാമത് പതിപ്പാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതായത് ഈ ഒരു ആഘോഷങ്ങൾ തുടക്കം കുറിച്ചിട്ട് എത്രാമത് വർഷമാകുകയാണ്? 25ാമത് വർഷം ആകുകയാണ്. പക്ഷേ 26ാമത്തെ പതിപ്പാണ് ഈ ഒരു വർഷം, അതായത് 2025 നടക്കുന്നത്. ഇനി ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡ് സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന്റെ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്നത്? ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. അതായത് ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ് എന്താണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. നാഗാലാൻഡിലാണ് നടക്കുന്നത്. ഇനി ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബംഗളൂരുവിലാണ്. എവിടെയാണ്? ബംഗളൂരുവിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥാപിതമാവുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയമാണ് സ്ഥാപിതമാകാൻ പോകുന്നത്. എവിടെയാണ്? നമ്മൾ പറഞ്ഞു ബംഗളൂരുവിലാണ് സ്ഥാപിതമാവുന്നത്. കർണാടക ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ മ്യൂസിയം ഫൗണ്ടേഷന്റെ കീഴിലാണ് ഇത് വികസിപ്പിക്കുന്നത്, ഈ ഒരു മ്യൂസിയം വികസിപ്പിക്കുന്നത്. മാത്രമല്ല 2027
2027 ഇതിന്റെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ബംഗളൂരുവിലാണ് സ്ഥാപിതമാകുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയമാണിത്. ഇനി നമ്മൾ നോക്കുന്നത് GI ടാഗ് ലഭിച്ച കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് ആദ്യം തന്നെ നമുക്ക് പഠിച്ചു വെക്കാം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. എന്താണ്? തമിഴ്നാട്ടിൽ നിന്നും അടുത്തിടെ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നോക്കാം. വോറയൂർ, എന്താണ്? വോറയൂർ കോട്ടൺ സാരി. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? വോറയൂർ കോട്ടൺ സാരി എന്നുള്ള ഒരു ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ കവിന്തപ്പാടി, എന്താണ്? കവിന്തപ്പാടി നാട്ടുസക്കര, എന്താണ്? കവിന്തപ്പാടി നാട്ടുസക്കര. ഇനിയുള്ളത് നാമക്കൽ മക്കൾ പത്തിരങ്കൽ, എന്നാണ്? നാമക്കൽ മക്കൾ പത്തിരങ്കൽ എന്നുള്ളതാണ്. അതെന്താണ്? സോപ്പ് സ്റ്റോൺ പാത്രങ്ങളാണ്. അതേപോലെ തന്നെ തൂയമല്ലി അരിയിനം, എന്താണ്? തൂയമല്ലി അരിയിനം. ഇനി നോക്കുന്നത് എന്താണ്? അംബാസമുദ്രം ചോപ്പ് സമ്മൻ, അതെന്താണ്? തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാവയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്? 1, 2, 3, 4, 5 ഉൽപ്പന്നങ്ങൾക്കാണ് അടുത്തിടെ എന്താണ്? GI ടാഗ്, തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, 5 ഉൽപ്പന്നങ്ങൾക്ക് കൂടി എന്താ തമിഴ്നാട്ടിൽ എന്താണ്? GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 74 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ്? GI ടാഗ് ഉള്ള ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടിന് ഇപ്പോൾ എത്ര ഉൽപ്പന്നങ്ങളായിരിക്കുകയാണ്? 74 ഉൽപ്പന്നങ്ങളായിരിക്കുകയാണ്. അപ്പോൾ അടുത്തിടെ 5 ഉൽപ്പന്നങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? വോയൂർ കോട്ടൺ സാരി, കവിന്തപ്പാടി നാട്ടുസക്കര, നാമക്കൽ മക്കൾ പത്തിരങ്കൽ, അതേപോലെ തൂയമല്ലി അരിയിനം, അംബാസമുദ്രൻ ചോപ്പ് സമ്മൻ തുടങ്ങിയവയാണ് എന്താണ്? അടുത്തിടെ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ. അടുത്ത ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ്. എക്വേറിയൻ 14ാമത് പതിപ്പിന്റെ വേദി എവിടെയെന്നാണ്? എന്താണ്? എക്വേറിയൻ എന്നുള്ള സൈനിക അഭ്യാസത്തിന്റെ 14ാമത് പതിപ്പിന്റെ വേദി എവിടെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വേദി വരുന്നത് കേരളമാണ്. എന്താണ്? കേരളമാണ് വേദിയാവുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എത്രാമത്തെ പതിപ്പാണ്? 14ാമത് പതിപ്പാണ്. 14ാമത് പതിപ്പിനാണ് വേദിയാവുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്? ഇന്ത്യയും അതേപോലെ മാലിദ്വീപുമാണ്. ഇന്ത്യയും അതേപോലെ മാലിദ്വീപുമാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇതൊരെന്താണ്? ദ്വിരാഷ്ട്ര സൈനിക അഭ്യാസമാണ് നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത്. 14ാമത് പതിപ്പാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്തോനേഷ്യയിൽ അടുത്തിടെ സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ കപ്പൽ ഏതെന്നാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, ICGS വിഗ്രഹ എന്നുള്ള ഷിപ്പാണ്. എന്താണ്? ICGS വിഗ്രഹ എന്നുള്ള ഷിപ്പാണ് സന്ദർശനം നടത്തുന്നത്. എവിടെയാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് സന്ദർശിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ആസിയ രാജ്യങ്ങളിലേക്കുള്ള വിദേശ വിന്യാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പായിട്ടുള്ള വിഗ്രഹ എന്താണ്? ഈ ഒരു ജക്കാർത്തയിൽ, അതായത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത സന്ദർശിക്കുന്നത്. അപ്പോൾ ഏത് ഷിപ്പാണ്? വിഗ്രഹ എന്നുള്ള ഷിപ്പാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് എന്താണ് അടുത്തിടെ സന്ദർശനം നടത്തുന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, ടോം സ്റ്റോപ്പാർട്ട് ആണ്. ആരാണ്? ടോം സ്റ്റോപ്പാർട്ട് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഒരു നാടകകൃത്താണ്, ഒരു എഴുത്തുകാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിന് എന്താണ്? ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1999 ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലഭിച്ചത്? ഷേക്സ്പിയർ ഇൻ ലവ് എന്നുള്ള ചിത്രത്തിലൂടെ, അതിന്റെ തിരക്കഥയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും വേറൊരു വ്യക്തിയും ചേർന്നിട്ടാണ് ഈ ഒരു ഓസ്കാർ പുരസ്കാരം പങ്കിട്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 1998 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. അപ്പോൾ 99 ഈ ഒരു ഓസ്കാർ പുരസ്കാരം എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്താണ് അദ്ദേഹം. ആരാണെന്ന് ഓർത്ത് വെക്കുക? ടോം സ്റ്റോപ്പാർട്ട് ആണ്. ഉടൻ തന്നെ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഉടൻ തന്നെ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കി മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ മാസമാണ് എക്സാം നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ടാലന്റ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഒരു ഫ്രീ വർക്ക്ഷോപ്പ് നൽകുകയാണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ വേണ്ടിയിട്ടും അതേപോലെ മറ്റുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ഫ്രീ ആയിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. എല്ലാവർക്കും, ടാലന്റിലെ വിദ്യാർത്ഥികളായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ,
പഠിക്കുന്നവരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നത് എന്നാണെന്ന് ഓർത്ത് വെക്കുക. ഡിസംബർ 12-ാം തീയതിയാണ് നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്ക്ഷോപ്പിൽ ഫ്രീ വർക്ക്ഷോപ്പ് ആണെന്ന് ഓർത്ത് വെക്കുക. അത് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്ത് നല്ലതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇനി കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇനി വരുന്ന LGS എക്സാമിനും അതേപോലെ ഇനി തൊട്ടടുത്ത് വരുന്ന എക്സാംസിനൊക്കെ എന്താണ് എത്രത്തോളം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സാമിന് ഒരു 2 ആഴ്ച മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പുള്ളത് വരെ നല്ലതുപോലെ പഠിച്ചു വെക്കണം. അത്രയും അധികം എന്താണ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് എക്സാം എങ്കിൽ ഈ ആഴ്ചത്തെ കറണ്ട് അഫയർ വരെ PSC എക്സാമിന് ചോദിച്ച ചരിത്രമുണ്ട്. നമ്മൾ അടുത്ത എക്സാംസ് ഒക്കെ ഈ കഴിഞ്ഞ എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഏത് വർഷം വരെ എത്ര നിങ്ങൾ പുറകോട്ട് പഠിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിന് മുമ്പുള്ള കറണ്ട് അഫയറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് റിലേറ്റഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. ആ കറണ്ട് അഫയേഴ്സും വിട്ടുകളയരുത്. എന്തായാലും 2 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കുക. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ സബ്ജക്റ്റ് വൈസ് ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആരെന്ന് നമ്മൾ നോക്കി. ഉഷ ജാനകിരാമനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു. 2025 ഡിസംബറിലെ BSFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്. പ്രവീൺ കുമാർ ആണ് എന്താണ് BSFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് എവിടെയെന്നാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത്. പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ മേഖലാ നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമാവുന്നത്. ശേഷം നമ്മൾ നോക്കിയത് 2025 നാവിക ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു. അപ്പോൾ ഇതിന്റെ വേദി എവിടെയായിരുന്നു? ശംഖുമുഖമായിരുന്നു വേദിയായിട്ട് വന്നത്. മുഖ്യ അതിഥി ആരാണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് മുഖ്യ അതിഥിയായിട്ട് വന്നത്. ഇനി നാവിക ദിന ആഘോഷം നമ്മൾ ആചരിക്കുന്നത് എന്നാണെന്ന് ഓർത്ത് വെക്കുക, ഡിസംബർ 4-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു. എന്താണ്? തുണിത്തരങ്ങളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്രം അടുത്തിടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക, ടെക്സ് റാംസ് എന്നുള്ളതാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ബംഗളൂരുവിലാണ് ഇത്തരത്തിലൊരു മ്യൂസിയം സ്ഥാപിതമാവുന്നത്. 2027 ഇത് ആദ്യഘട്ട പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ GI ടാഗ് ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. 5 ഉൽപ്പന്നങ്ങൾക്കാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും GI ടാഗുകൾ ലഭിച്ചത്. ഏതൊക്കെയാണ്? ഒരയൂർ കോട്ടൺ സാരി, അതേപോലെ കവിന്തപ്പാടി നാട്ടുസക്കരെ, നാമക്കൽ മക്കൾ പത്തിരിങ്കൽ, ഇനി തൂയമല്ലി അരിയിനം, അമ്പാസമുദ്രം ചോപ്പ് സമൻ തുടങ്ങിയവക്കാണ് അടുത്തിടെ തമിഴ്നാട്ടിൽ നിന്നും ഈ ഒരു GI ടാഗ് ലഭിച്ചത്. ഇതോടെ തമിഴ്നാട്ടിലെ GI ടാഗ് ഉള്ള ഉൽപ്പന്നങ്ങൾ എത്രയായി? 74 ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഒരു വേദിയായിരുന്നു. എന്താണ്? എക്വേറിയൻ 14ാമത് പതിപ്പിന്റെ വേദി എവിടെയാണ്? കേരളമാണ് വേദിയായി വരുന്നത്. ഇന്ത്യയും അതേപോലെ മാലിദ്വീപും തമ്മിലുള്ള സൈനിക അഭ്യാസമാണിത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തിയ ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കപ്പൽ ഏതെന്നായിരുന്നു. ICGS വിഗ്രഹയാണ് ഇവിടെ ഈ ഒരു സന്ദർശനം നടത്തിയത്. അപ്പോൾ ആസിയാൻ രാജ്യങ്ങളുടെ സന്ദർശന വേളയിലാണ് ഈ ഒരു കപ്പൽ ഈ ഒരു ജക്കാർത്ത, അതായത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ സന്ദർശിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നാടകകൃത്ത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ടോം സ്റ്റോപ്പാർഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച ഓസ്കാർ അവാർഡ് ലഭിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 1999 ഓസ്കാർ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഏത് സിനിമയുടെ തിരക്കഥയ്ക്കാണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു. എന്താണ്? ഷേക്സ്പിയർ ഇൻ ലവ് എന്നുള്ള സിനിമയുടെ തിരക്കഥക്കാണ് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ അംബാസഡർ ആരെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സ്മൃതി മന്ദാന, ഓപ്ഷൻ ബി ഷഫാലി വർമ്മ, ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ, ഓപ്ഷൻ ഡി ദീപ്തി ശർമ്മ. അടുത്ത ചോദ്യം ഇതാണ്: ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ വിരാട് കോഹ്ലി, ഓപ്ഷൻ ബി രോഹിത് ശർമ്മ, ഓപ്ഷൻ സി ഷാഹിദ് അഫ്രീദി, ഓപ്ഷൻ ഡി ക്രിസ് ഗെയിൽ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി അടുത്തിടെ നീതി ആയോഗ് ശുപാർശ ചെയ്ത സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മിസോറാം ആണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഏഷ്യൻ പവർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണെന്ന് ഓർത്തു വെക്കുക, 3-ാം സ്ഥാനമാണ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യക്കുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.